ഹായ് ഓൾ. നമ്മൾ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്നലത്തെ പോലെ ഓരോ സെന്റൻസ് വായിച്ചിട്ട് നമ്മൾ നേരിട്ട് ആൻസറിലേക്കല്ലാതെ നമ്മൾ ഓരോ സെന്റൻസിനും നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു യൂണിറ്റ് തന്നെ കവറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വായിച്ചു തുടങ്ങാം. അപ്പോൾ സൈക്കോമെട്രീഷ്യൻ വാണ്ടഡ് ടു ഡെവലപ്പ് എ ന്യൂ ടെസ്റ്റ് ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ്. ഇവിടെ സൈക്കോമെട്രീഷ്യൻ ഇത് ഇന്നലത്തെ പോലെ ഇന്നലെ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഒരു എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൽ വന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഏതാ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാ, അല്ലെങ്കിൽ ലെവൽസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യനിൽ ടെസ്റ്റ് റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ഐറ്റം റിമൈൻഡർ കോറിലേഷൻ, ഐറ്റം അനാലിസിസ്, റിലയബിലിറ്റി, വാലിഡിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇത് ലൈക്ക് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലും നമുക്ക് ഈ ഒരു ഇതിലുള്ള ടേംസ് കോൺസെപ്റ്റ്സ് ഒക്കെ ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഇത് രണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലും നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഇവിടെ സൈക്കോമെട്രീഷ്യൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലോജിക്കലായിട്ട് ലോജിക്കൽ തിങ്കിങ് അങ്ങനത്തെ ഒരു ലോജിക്കലായിട്ട് നമ്മൾ ആൻസർ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെസ്റ്റിൽ വരിക, ഐറ്റംസ് ആയിട്ട് വരിക. അപ്പോൾ ഈ പ്രിപ്പയർഡ് 80 ഐറ്റംസ് ആണ് ഇദ്ദേഹം പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതിൽ എല്ലാതും അസസ് ചെയ്യുന്നത് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. അപ്പൊ ഈച്ച് ഐറ്റം ഹാഡ് 5 ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ്, വൺ ഓഫ് ദം ബീങ് കറക്റ്റ്. അപ്പോൾ നമുക്കറിയാം അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയായിരിക്കും, MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും അതിൽ ശരി. അപ്പോൾ നമ്മള് കറക്റ്റ് ആയ ആൻസറിന് 1 മാർക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കോർ കൊടുക്കുകയാണെങ്കിൽ 1 മാർക്ക് ഉണ്ടാവും. ബാക്കി ഇപ്പോ 5 ഐറ്റംസ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതില് 4 ആൻസേഴ്സിന് 0 മാർക്കും, ഒരു ആൻസറിന് ഏതെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് 1 മാർക്കും, അങ്ങനെ ആയിരിക്കും ഇതിൽ ആൻസർ വരിക, ഓപ്ഷൻസ് വരിക. അപ്പോൾ ദ സൈക്കോമെട്രീഷ്യൻ ക്യാരിഡ് ഔട്ട് ഐറ്റം അനാലിസിസ് ബൈ യൂസിങ് ഐറ്റം റിമൈൻഡർ കോറിലേഷൻ. ഇവിടെ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ അണ്ടർലൈൻ ഇടേണ്ട കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഈ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈച്ച് ഐറ്റം ഹാസ് 5 ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ് ഇതൊക്കെ പറഞ്ഞു. യൂസിങ് ഐറ്റം റിമൈൻഡർ കോറിലേഷൻ എന്നുള്ള ഒരു കാര്യം അവിടെ ആദ്യം നോക്കാനുള്ളത്. ഐറ്റം റിമൈൻഡർ കോറിലേഷൻസ് എന്നുള്ളൊരു കാര്യം. പിന്നെ ഐറ്റം അനാലിസിസ് റിട്ടേൺഡ് 60 ഐറ്റംസ്. അങ്ങനെ ഐറ്റം റിമൈൻഡർ കോറിലേഷൻസ് എന്നുള്ള ഐറ്റം റിമൈൻഡർ കോറിലേഷൻ യൂസ് ചെയ്ത് അതിൽ 60 ഐറ്റംസ് മാത്രം കീപ്പ് ചെയ്തു എന്നാ പറയുന്നത്. ബാക്കി അതിൽ ആദ്യം 80 ഐറ്റംസ് ഉണ്ടായിരുന്നതിൽ 60 ഐറ്റം മാത്രം റിട്ടേൺ ചെയ്തു. അപ്പോൾ ബാക്കി 20 ഐറ്റംസ് എവിടെ പോയി, അത് റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഈ സംഭവം എന്താണ് ഈ ഐറ്റം റിമൈൻഡർ കോറിലേഷൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം നോക്കണം. അപ്പൊ അത് ആദ്യം നോക്കാം, എന്താണ് ഈ ഐറ്റം റിമൈൻഡർ കോറിലേഷൻ എന്നുള്ളത്. സോ ഐറ്റം അനാലിസിസ് എന്നുള്ള ഒരു കാര്യം എന്താണ് ഈ ഐറ്റം അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആഫ്റ്റർ ക്രിയേറ്റിംഗ് ഐറ്റംസ് റിസർച്ചേഴ്സ് ചെക്ക് വെദർ ദ ക്വസ്റ്റ്യൻസ് ആർ ഗുഡ് ഓർ ബാഡ്. അത്രേ ഉള്ളൂ ഐറ്റം അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു ടെസ്റ്റിലെ ഓരോ ഐറ്റംസും അതിന്റെ ആ ഒരു ഐറ്റംസ് ആ ഒരു ടെസ്റ്റിന് അനുയോജ്യമാണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ട് അതിന് വീക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിമൂവ് ചെയ്യുക, ഗുഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ഗുഡ് ഐറ്റംസ് ഒക്കെ അവിടെ കീപ്പ് ചെയ്യുക. അത്രയുള്ള ഐറ്റം അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഐറ്റം റിമൈൻഡർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് ക്വസ്റ്റ്യൻ ഈസ് കോറിലേറ്റഡ് വിത്ത് ടോട്ടൽ സ്കോർ ഓഫ് ദ റിമൈനിങ് ക്വസ്റ്റ്യൻ. അതായത് ഓരോ ക്വസ്റ്റ്യനും നമ്മളെ ബാക്കിയുള്ള ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ഈ സൈക്കോമെട്രീഷ്യന് ഉണ്ടാക്കാൻ പോകുന്ന ടെസ്റ്റില് മൊത്തത്തിൽ ആദ്യം
ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 80 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഐറ്റം റിമൈൻഡർ കോറിലേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ബാക്കി വരുന്ന 2 to 60, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് 60 ആയി മാറിയത്. അപ്പൊ അതിന് മുമ്പ് ആദ്യത്തെ ക്വസ്റ്റ്യന് ബാക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ 2 മുതൽ ക്വസ്റ്റ്യൻ 60 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ടും കോറിലേറ്റ് ചെയ്തിട്ട് കോറിലേഷൻ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നല്ലോണം കോറിലേഷൻ ഉള്ളത് മാത്രം അവിടെ കീപ്പ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ, അതായത് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് മറ്റേ ക്വസ്റ്റ്യൻ പോലെ തന്നെ ആ ഒരു സെയിം എബിലിറ്റി, ഇവിടെ നമ്മൾ അബ്സ്ട്രാക്ട് തിങ്കിങ് ആണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യണത്. അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ തന്നെ ആ ഒരു എബിലിറ്റി തന്നെയാണോ എല്ലാ ക്വസ്റ്റ്യൻസും മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഐറ്റംസ് ആ ഒരു എബിലിറ്റി തന്നെയാണോ മെഷർ ചെയ്യണത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐറ്റം റിമൈൻഡർ കോറിലേഷനെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ? ഇന്റേണൽ കോൺസിസ്റ്റൻസി. അതിന് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. ഐറ്റം അനാലിസിസും പറഞ്ഞു, ഐറ്റം റിമൈൻഡർ കോറിലേഷൻ എന്നുള്ള സംഭവം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി തേർഡ് വൺ എന്താ വരുന്നത്? ദ സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി coefficient, Coode-Richardson reliability coefficient, the Cronbach's-Alpha coefficient were obtained for the 60 items. ഇതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എന്തൊക്കെയാ? ഇന്റർ ഐറ്റം കോറിലേഷൻ, സോറി, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി കോഎഫിഷ്യന്റ്, കൂഡർ-റിച്ചാർഡ്സൺ റിലയബിലിറ്റി കോഎഫിഷ്യന്റ്, ഇതൊക്കെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഏത്? സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി കോഎഫിഷ്യന്റ്, കൂഡർ-റിച്ചാർഡ്സൺ റിലയബിലിറ്റി കോഎഫിഷ്യന്റ്, ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഈ സംഭവങ്ങളാണ്. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി കോഎഫിഷ്യന്റ്, കൂഡർ-റിച്ചാർഡ്സൺ റിലയബിലിറ്റി കോഎഫിഷ്യന്റ്, ക്രോൺബാച്ച് ആൽഫ കോഎഫിഷ്യന്റ്, ഈ സംഭവങ്ങളൊക്കെ അടുത്ത് നമുക്ക് എന്താണ് ഡെഫിനിഷൻ നോക്കിയിട്ട് പഠിക്കാം. ഇന്റേണൽ കോൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു, റിസർച്ചറിന് എന്താ അറിയണം? ഐറ്റംസ് എല്ലാം സെയിം എബിലിറ്റി ആണോ മെഷർ ചെയ്യണത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിന്റെ പേരാണ് എന്താണ്? ഇന്റേണൽ കോൺസിസ്റ്റൻസി എന്നുള്ളത്. അപ്പോൾ ഇന്റേണൽ കോൺസിസ്റ്റൻസി നോക്കാൻ എന്താണ് ചെയ്യുക? ഇന്റർ ഐറ്റം കോറിലേഷൻ ആണ് ചെക്ക് ചെയ്യുക. ഇന്റർ ഐറ്റം കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിട്ടുപോയതാണ് നേരത്തെ ഇതിന്റെ കൂടെ പറയേണ്ടതായിരുന്നു. അതായത് ഇന്റർ ഐറ്റം കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ഐറ്റം 1 ഐറ്റം 2 കോറിലേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ആ സംഭവം തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഐറ്റം റിമൈൻഡർ കോറിലേഷൻ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ഇത് ഐറ്റം 1 ഐറ്റം 2 കോറിലേഷൻ ഉണ്ടോ എന്ന് നോക്കും, ഐറ്റം 1 ഐറ്റം 3 ആയിട്ട് കോറിലേഷൻ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് ഇന്റർ ഐറ്റം കോറിലേഷനെ ചെക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റ് ആണ് ടെസ്റ്റ് ചെയ്യണത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ടെസ്റ്റ് ഒരാൾക്ക്, ഒരു പാർട്ടിസിപ്പന്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. നാളെ അതേ ടെസ്റ്റ് അതേ പാർട്ടിസിപ്പന്റിന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവണം. അതല്ല ഇന്ന് ഒരുപാട് സ്കോർ കിട്ടി, നാളെ നോക്കിയപ്പോൾ സ്കോർ കുറവാണ്, അങ്ങനെ ആവരുത്. അപ്പൊ അതിന് റിലയബിലിറ്റി ഇല്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഐറ്റംസ് എപ്പോഴും സെയിം എബിലിറ്റി തന്നെ കൺസിസ്റ്റന്റ്ലി മെഷർ ചെയ്യണം, റിസൾട്ട് എപ്പോഴും സ്റ്റേബിൾ ആയി നിൽക്കണം. അതിനാണ് റിലയബിലിറ്റി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ സൈക്കോമെട്രീഷ്യൻ 3 റിലയബിലിറ്റി മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണത്? ഒന്ന് നമ്മൾ അണ്ടർലൈൻ ഇട്ടല്ലോ നേരത്തെ, അതിലൊന്നാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാല് ഒരു ടെസ്റ്റിനെ 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഹാഫ് 1, ഇതിൽ 60 ഐറ്റംസ് ആണല്ലോ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഐറ്റം 1 മുതൽ ഐറ്റം 30 വരെയുള്ളതിന് ഒരു ഹാഫ് ആക്കും. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഐറ്റം 31 മുതൽ ഐറ്റം 60 വരെയുള്ള ഒരു ഹാഫ്, ഒരു പാർട്ടാക്കും. അങ്ങനെ ഇത് രണ്ടും തമ്മിൽ കോറിലേഷൻ നോക്കും. അങ്ങനെ കോറിലേഷൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് റിലയബിൾ ആണെന്നാണ് അർത്ഥം. അത്രേ ഉള്ളൂ സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. വളരെ സിമ്പിൾ ആണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ കൂഡർ-റിച്ചാർഡ്സൺ റിലയബിലിറ്റി, ഇത് വേറൊരു റിലയബിലിറ്റി മെത്തേഡ് ആണ്. ഇവിടെ എന്താണ് നോക്കണെന്ന് വെച്ചാൽ, ഐറ്റം ഹാവ് 2 ഔട്ട്കംസ്, റൈറ്റോ അല്ലെങ്കിൽ റോങ്ങോ ആണ് ഇതിൽ ഔട്ട്കം ആയിട്ട് കിട്ടുക. മോസ്റ്റ് കോമൺ ഫോർമുലാസ്, ഇതൊന്നും അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട, ബട്ട്
ഒന്ന് മനസ്സിലാക്കി. ജസ്റ്റ് കൂഡർ റിച്ചാർഡ്സൺ എന്ന് പറഞ്ഞാൽ ഒരു റിലയബിലിറ്റി മെഷർ ചെയ്യാൻ നോക്കുന്ന ഒരു സാധനമാണ്. അത്ര നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂഡർ റിച്ചാർഡ്സൺ എന്ന് മാത്രം ഉണ്ടെങ്കിൽ അത് റിലയബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളതാണ് എന്നുള്ളത് ആദ്യം ഓർമ്മ വരണം. ഇവിടെ റൈറ്റ് ഓർ റോങ് ആ രണ്ട് ഔട്ട്കംസ് മാത്രമേ വരുന്നുള്ളൂ. സിൻസ് ദിസ് ടെസ്റ്റ് ഹാസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് ആൻസേഴ്സ് കെയർ റിലയബിലിറ്റി ഈസ് അപ്രോപ്രിയേറ്റ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ഒന്ന് 5